ഇടുക്കിയിലേക്ക് പോവുകയാണ്. ജോസൽ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട്. ജോസൽ, അർച്ചന എറണാകുളത്ത് നിന്ന് പറയുന്നു അവിടെ വലിയ കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ മഴ പെയ്തതിനു ശേഷം കാറ്റാണ് വലിയ രീതിയിൽ വ്യാപകമായ നാശനഷ്ടം വിതയ്ക്കുന്നത്. ഇടുക്കിയിലെ ഒരവസ്ഥ എന്താണ്? വിനിഷ, ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഒരു പ്രധാന വാർത്ത വരുന്നത് ഇടുക്കി ചപ്പാത്ത് ഹെവൻ വാലിയിൽ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് വീട് തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നു. പാറക്കൽ പുഷ്പം ഹൃദയരാജിൻ്റെ വീടാണ് തകർന്നത്. പുഷ്പവും മകനും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. ഈ മഴയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ഇന്നലെ രാത്രി തൊട്ട് തുടർച്ചയായി മഴയാണ്. ഇപ്പോൾ തൊടുപുഴ മേഖലയിൽ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിൻ്റെ, പ്രത്യേകിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഹൈറേഞ്ച് മേഖലയിലൊക്കെ അതിശക്തമായ മഴ തന്നെ തുടരുകയാണ്. ഈ മണ്ണിടിച്ചിൽ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഴയോടൊപ്പമുള്ള കാറ്റിൽ 100 കണക്കിന് മരങ്ങളാണ് ഒടിഞ്ഞു വീണ് വീടുകൾ തകരുന്നത്. 50-ലധികം വീടുകൾ ഇതുവരെ ഈ കാലവർഷക്കെടുതിയിൽ ഇടുക്കി ജില്ലയിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ഈ കാലയളവിൽ ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയാണ്. ഏതായാലും ഇന്നലെ ഒരു തോട്ടം തൊഴിൽ മേഖലയിൽ ഒരു സ്ത്രീ, തമിഴ്നാട് സ്വദേശിയായ എലിസബത്ത് പാപ്പ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചതോടുകൂടി ഈ പുറം ജോലികൾ ഇടുക്കി ജില്ലയിൽ കളക്ടർ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത്തരം ജോലികളിൽ ആരെങ്കിലും ഏർപ്പെടുത്തുന്ന സ്ഥാപനങ്ങളോ ഏജൻസികളോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രികാല യാത്രാ നിരോധനങ്ങൾ പല മേഖലയിലും ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇന്ന് റെഡ് അലർട്ടും കൂടി ആയതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഇടുക്കി ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രികാല യാത്രാ നിരോധനം ഈ നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള കൊച്ചി ധനുഷ്കോടി പാതയിൽ, ദേശീയപാതയിൽ, അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലുമെല്ലാം രാത്രികാല യാത്രാ നിരോധനം ഉണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോവുകയാണ്. ഈ ഡാമുകൾ, പ്രധാനമായിട്ടും ചെറിയ ഡാമുകൾ, നേരത്തെ തന്നെ തുറന്ന മലങ്കര, പാബ്ല, കല്ലാർകുട്ടി ഡാമുകളാണ് ഇപ്പോഴും തുറന്നിരിക്കുന്നത്. ഇടുക്കിയുടെയോ മുല്ലപ്പെരിയാറിൻ്റെയോ കാര്യത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. വിനീഷ. ശരി, ജോസൽ സെബാസ്റ്റ്യൻ ആണ് ഇടുക്കിയിലെ ഓരോ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അവസ്ഥകളെല്ലാം തന്നെ സമഗ്രമായി വിശദീകരിച്ചത്.